ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 1, ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 1, ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 2, ആൻഡ് ലാസ്റ്റ് ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഒട്ടും വൈകാതെ തന്നെ. സോ ഫയൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്രതീക്ഷിതമായിട്ട് കാണാനിടയായാൽ ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്. ഫയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് എന്താണ് സന്ദേശം എന്ന് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 1. Eight of Swords, Page of Swords, Hanged Man energy, Eight of Wands, High Priestess, Six of Cups energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫയൽ നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജസ് ഫസ്റ്റ് എയ്റ്റ് ഓഫ് സോർഡ്സിന്റെ എയ്റ്റ് ഓഫ് വോൺസ് എനർജിയാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുടെ കർമ്മം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. സോ നിങ്ങളുടെ കർമ്മത്തിൽ എന്താണ് സംഭവം, അതായത് നമ്മളിപ്പോൾ പല കാര്യങ്ങളും അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ ആണ് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഫൊർഗീവ്നെസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു പക്ഷെ നമ്മൾ തെറ്റ് എന്നൊരു രീതിയിൽ, അതായത് നമ്മൾ ഒരാൾക്ക് എതിരായിട്ടൊന്നും ചെയ്തിട്ടൊന്നുണ്ടാവില്ല, പക്ഷെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ക്ഷമ, മറ്റൊരാളെ ക്ഷമിച്ച് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ, ഒരുപക്ഷെ അത്രയും വലിയൊരു തെറ്റാണ് ഒരാൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ കൂടിയും വർഷങ്ങളായിട്ട്, ഇപ്പോൾ ചിലപ്പോൾ 10 വർഷമൊക്കെ ആയിട്ട് നിങ്ങളത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ വ്യക്തിയോടുള്ള ദേഷ്യവും വാശിയും വികാരങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഫൊർഗീവ്നെസ് ഇവിടെ അനിവാര്യമാണ്. അല്ലാതെ അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ, നിങ്ങൾക്കെതിരായിട്ടുള്ള കർമ്മം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് നെഗറ്റീവ് കർമ്മ സൃഷ്ടിക്കാൻ. അപ്പോൾ പരമാവധി ആ വ്യക്തിയോട് ക്ഷമിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം അതിനെക്കുറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കാതിരിക്കുകയോ ചിന്തിക്കാതിരിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുക. ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ വീടിന് അടുത്തുള്ളവരായിരിക്കും അല്ലെങ്കിൽ അവർ ഉപദ്രവിച്ചവരായിരിക്കും, എന്നും കാണും ഇപ്പോഴും ഉപദ്രവിക്കുന്നു, അങ്ങനത്തെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ അത് കഴിഞ്ഞുപോയൊരു കാര്യം എന്നുള്ള രീതിയിലല്ല, പർപ്പസ്ഫുള്ളി നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന, അത് പണ്ടും ഇപ്പോഴും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കർമ്മ അവരിലേക്കാണ് പോകുന്നത്. ദേ വിൽ ഗെറ്റ് ദെയർ കർമ്മ, അതായത് കർമ്മഫലം അവർ അനുഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടുന്ന ആവശ്യം തന്നെ വരില്ല. വളരെ പ്രതീക്ഷിതമായിട്ട് ആ ഒരു വ്യക്തി അവർക്കുള്ള കർമ്മ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ആ ഒരു സിറ്റുവേഷൻ. അതല്ല നിങ്ങൾക്ക് ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്തു, അത് കഴിഞ്ഞ് ഇപ്പൊ ആ വ്യക്തിയെ കാണാറ് പോലുമില്ല എങ്കിലും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഈ പറഞ്ഞ ഫൊർഗീവ്നെസിന്റെ കാര്യം വരുന്നത്. അപ്പോൾ ഐ ഫൊർഗീവ് ദം, ഐ ഫൊർഗീവ് മൈസെൽഫ് അതായത് എന്റെ ഉള്ളിൽ ഞാൻ ആ ഒരു ഈർഷ്യയും ദേഷ്യവും കൊണ്ടു നടന്നതിന് ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. അതുപോലെ ആ വ്യക്തിയോടും ഞാൻ ക്ഷമിക്കുന്നു എന്നുള്ളൊരു വാക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് പറയുകയും ഓർപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ പർപ്പസ്ഫുള്ളി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുമെങ്കിൽ നേരിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമയാചിക്കുന്ന ഒരു സാഹചര്യം, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഇന്ന് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു കാര്യം കൂടി അതിൽ പ്രാർത്ഥനയിൽ ഇന്ന് തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബലിതർപ്പണം ചെയ്യാതെ വിട്ടിട്ടുള്ളവർ, അതായത് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യാതെ വിട്ടിട്ടുണ്ട്. മരിച്ചുപോയവർക്ക് ഒക്കെ കർമ്മം ചെയ്യാത്തവരാണെങ്കിൽ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കർക്കിടകം മാസത്തിലേക്കാണ് വരുന്നത്. കർക്കിടക വാവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബലിയിടാൻ ഈ വർഷം തീർച്ചയായിട്ടും ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ്, അത് ചെയ്യുക എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പേജ് ഓഫ് സോർഡ്സ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം.
ലൈഫിൽ പല വഴികളിലും പല തുറകളിലൂടെ ഒക്കെ നിങ്ങളിലേക്ക് പല കാര്യങ്ങൾ എത്തേണ്ടുന്നത് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ, കാര്യങ്ങൾ സ്റ്റക്കാവുന്നു, മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജിയിൽ നിങ്ങളായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത്. അതായത് ഒന്നും തന്നെ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റാളുകൾക്കൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ആളുകൾ ഇങ്ങോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ അങ്ങനെ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അധ്വാനിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ പൂർവിക സ്വത്ത് ഒക്കെ ഉള്ളവരെ ചിലപ്പോൾ പണക്കാരായിട്ടുള്ള വ്യക്തി എന്ന് നിങ്ങളെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വേറൊരു വ്യക്തി അവരുടെ പാരമ്പര്യമായിട്ട് സ്വത്തുവകകൾ ഉണ്ടാവും, നിങ്ങൾക്കത് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഉടനെ വിഷാദരായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല പോകേണ്ടത്. മറിച്ച് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയിലേക്ക് പോകാതെ നിങ്ങൾക്ക് എന്താണുള്ളത് അതുമായിട്ട് മുന്നോട്ടേക്ക് പോയി നിങ്ങളായിട്ട് സൃഷ്ടിക്കുക. ഇപ്പോൾ ഒരു വ്യക്തി ഒരാളുടെ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു വീട്ടിലാണ് ജനിക്കുന്നതെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അച്ഛനോ അമ്മയോ ഒരു കാലത്ത് ഒരു പക്ഷെ അവരായിട്ട് പ്രയത്നിച്ച് ഉണ്ടാക്കിയതായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഫാമിലിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകണം ഫാമിലിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ. ആ പൂർവികരായിട്ടുള്ള കർമ്മങ്ങൾ എന്ന് നമ്മൾ പറയുന്ന കാര്യത്തിൽ ഇൻവോൾവ് ആവുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കായിരിക്കും ആ ഒരു ഭാഗ്യം എന്ന് തന്നെ ചിന്തിക്കുക. അതായത് ഈ ഒരു ഫാമിലിക്ക് ഒരു ലെഗസി ഉണ്ടാക്കുക, അത് ക്രിയേറ്റ് ചെയ്യാനുള്ള അനുഗ്രഹം നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് നിങ്ങൾ എത്ര ജോലിയിൽ ശ്രമിച്ചാലും നിങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ ജോലി കിട്ടിയാൽ നല്ല ഉയർന്ന പൊസിഷനിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഇനി നിങ്ങളൊരു വളരെ ഹയർ പൊസിഷനിലാണ് ഇരിക്കുന്നത് എങ്കിലും നിങ്ങൾ ഇപ്പോൾ ഇത് വരുന്നത് ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ജോലിയിലാണ് നിങ്ങളുള്ളത് എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിരിക്കാം, അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു ജോലിയിൽ വളരെയധികം വ്യക്തതയും കൃത്യതയും ഒക്കെ ഉണ്ട്. മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബഡ്ജറ്റിംഗ് കാര്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു വർക്ക് റിലേറ്റഡ് ആയിട്ട്. പക്ഷെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും പലരും പറയാറുള്ള ഒരു കാര്യം, ഇപ്പൊ പറയും ഒരു ജോലിയിൽ അവർ ആ ജോലിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ അതേ കാര്യം ഇപ്പോൾ ഒരു ബഡ്ജറ്റിംഗ് ചെയ്യുക, സ്വന്തം ലൈഫിൽ പൈസ എങ്ങനെ ചെലവാക്കണം എന്ന് അവർക്കറിയില്ല. കാരണം അത് ജോലിയായിട്ട് മാത്രമാണ് അവർ കാണുന്നത്, ജോലിയിൽ അവരത് ചെയ്യുന്നു. പക്ഷെ പേഴ്സണൽ ലൈഫിൽ വരുമ്പോൾ അത് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അത് വരുത്തണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ച് നിങ്ങളൊരു ഐഡിയ ക്രിയേറ്റ്, നിങ്ങൾ എങ്ങനെയാണോ പ്രൊഫഷണൽ ലൈഫിൽ അത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു സിസ്റ്റം, ഒരു പ്രാക്ടീസ് ഉണ്ടാക്കി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന് അതിനൊരു ലിസ്റ്റ് ഇടുക, എന്താണ് എങ്ങനെയാണ് ഒരു പ്ലാൻ തയ്യാറാക്കുക, ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുക എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ജോലി സംബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞ് ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങൾ ഏത് ജോലി എടുത്താൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ജോലിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല, ജോലി പെട്ടെന്ന് മാറി പോകുന്നുണ്ടാവും, ചാടി പോകുന്നുണ്ട്. ഇനി ഒരു നല്ല ജോലി കിട്ടി, ഇനി ഞാൻ സാറ്റിസ്ഫൈഡ് ആക്കുമെന്ന് വിചാരിക്കുമ്പോഴും ജോലിയിലൊക്കെ ഹാപ്പിയാണ്, എല്ലാം നല്ലതാണ്, എന്നിട്ടും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, എന്തോ മിസ് ചെയ്യുന്നതെങ്കിൽ യു ആർ നോട്ട് മെന്റ് ടു വർക്ക് അണ്ടർ സംബഡി. മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കാര്യമല്ല നിങ്ങൾക്കുള്ളത്. മറിച്ച് നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്ഥാപനവും മറ്റോ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടുന്ന സമയമാണ്. അതിന് ഇപ്പൊ തന്നെ ശ്രമിക്കണം എന്നുള്ള സിറ്റുവേഷൻ അല്ല. അതിനുവേണ്ടി നിങ്ങളിപ്പോ പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് ഒരു 6 months 1 year ഒക്കെ കഴിഞ്ഞിട്ടായാലും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട്, നിങ്ങൾ മറ്റൊരാളുടെ കീഴിലല്ല, നിങ്ങൾ മറ്റുള്ള ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഉണ്ടാവില്ല, നിങ്ങൾ ചിലപ്പോൾ ഒരു കടയിൽ സെയിൽസ് പേഴ്സൺ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടാവാം. അതായത് ഇപ്പൊ തുണിക്കടയിൽ സെയിൽസ് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇനിയൊരു മാനേജറൽ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും. ഇത് രണ്ടായാലും നിങ്ങളൊരു മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് കിട്ടാത്തത്. കാരണം ആ ഒരു എനർജിയാണ് നിങ്ങളിലുള്ളത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റക്ക് ഫീലിംഗ് ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇതാവാം. പേഴ്സണൽ ലൈഫിലും ഈ ഒരു സിറ്റുവേഷൻ, പേഴ്സണൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്നത് ആർക്കാണോ അതേപോലെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല, പക്ഷെ വീണ്ടും വീണ്ടും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിനിപ്പോ നിങ്ങളുടെ സഹോദരങ്ങളായാലും അച്ഛനമ്മയായാലും ഭാര്യയായാലും ഫ്രണ്ട്സ് ആയാലും മക്കളായാലും ഇനി ആര് തന്നെയായാലും നിങ്ങൾ കൊടുക്കുന്തോറും തിരിച്ചു കിട്ടുന്നില്ല എങ്കിൽ ഒരു ലെവൽ കഴിയുമ്പോൾ നിങ്ങൾ എക്സോസ്റ്റഡ് ആവും. ആ ഒരു ലെവൽ കഴിയുമ്പോൾ പിന്നെ ചെയ്യുന്നത് കടമയാണ്, കർത്തവ്യം മാത്രമാണ്. ആ ഒരു കർത്തവ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ ഒരു പരിധി വരെയുള്ള ആളുകൾ കടമയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് മൈൻഡിൽ ഒരു 60%ഓളം കുറഞ്ഞ പക്ഷം 60% ആ വ്യക്തിയുടെ ഉള്ളിൽ ഇത് ചെയ്യേണ്ടമല്ലോ, ഇതിനി കൊടുത്തല്ലേ പറ്റുള്ളൂ എന്നുള്ളൊരു ലെവലിലാണ് മൈൻഡ് സെറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് മനസ്സറിഞ്ഞല്ല കൊടുക്കുന്നത്. അപ്പൊ കൊടുക്കുന്ന വ്യക്തിയിലും ആ വ്യക്തി ഇനി സ്വാർത്ഥരാണെങ്കിലും ആ വ്യക്തിയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ എനർജിയും അത് ബാധിക്കുന്നുണ്ട്. ഒന്നുകിൽ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അഥവാ കൊടുക്കുകയാണെങ്കിൽ 100% ഫീലിംഗ് നിങ്ങളിൽ ഇല്ല എങ്കിൽ അത് നിർത്തുന്നതാണ് നല്ലത്. അതല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത്. ഒരാൾക്കൊരു കാര്യം കൊടുക്കുമ്പോൾ പോസിറ്റീവായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 8 of Wands എനർജിയാണ്. കൊടുക്കൽ വാങ്ങലുകളിൽ കർത്തവ്യവും കടമയും എന്ന് ഉദ്ദേശിച്ച് മാത്രം ഒരു കാര്യം ചെയ്യാതിരിക്കുക. ചില ആളുകൾ ഒരു പരിധി വരെ ഒരു ജനറേഷൻ അതായത് ഈ ഒരു ജനറേഷന് മുമ്പ് 90s അല്ലെങ്കിൽ 80s സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ജനറേഷൻ ആണെങ്കിൽ ആളുകൾ കടമയായിട്ടാണ് പലതും ചെയ്ത് ഇതെന്റെ കടമയാണ്, കുട്ടികളെ നോക്കുമ്പോൾ ഇതെന്റെ കടമയാണെന്നുള്ളൊരു വാക്കാണ് ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനിൽ പക്ഷെ കടമ എന്നുള്ള രീതിയിലല്ല, പിന്നീട് അത് ഇഷ്ടമാണ് അതുകൊണ്ട് എന്നുള്ള രീതിയിൽ. ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ ഒരു പക്ഷെ വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു എനർജിയിലേക്കാണ് ഇവിടെ നിങ്ങൾ വരേണ്ടത്. അതായത് എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കും, പ്ലെയിൻ ട്രാവൽ ആയിരിക്കും. അപ്പോൾ ഫ്ലൈറ്റ് യാത്ര, പ്ലെയിൻ യാത്ര ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. വിദേശവാസ യോഗമുണ്ട്, അപ്പോൾ വിദേശത്തേക്ക് പോകുന്ന സാഹചര്യമാകാം. ഇത് ജോലി സംബന്ധമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകളുടെ ബിസിനസ് സാഹചര്യം, അപ്പോൾ വിദേശത്ത് പോയിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. സ്വന്തമായിട്ട് നിങ്ങൾ ബിസിനസ് നിയർ ഫ്യൂച്ചറിലല്ല കുറച്ച് കൂടി ലോങ് ടേമിലേക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വലിയ രീതിയിൽ വിപുലപ്പെടുത്തി ഒരു ബിസിനസ് വലിയ ലെവലില് ഈ പറയുന്ന സാഹചര്യം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചുരുക്കം ചില ആളുകളാണ് വളരെ ഹയർ ലെവലിലേക്കുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുക. ബാക്കിയുള്ളവർക്കും പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ള ഒരു ബിസിനസ് സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന എനർജിയാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബിസിനസ് ആവാം ചില ആളുകൾക്ക്, അതായത് വിദേശത്തേക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് പോലുള്ള കാര്യങ്ങളാവാം. പുറത്തു പോയിട്ട് പഠിക്കാനുള്ള എനർജിയും ഇപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നിങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടൊക്കെ വലിയ പോസിറ്റീവ് എനർജീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ലാത്ത സാഹചര്യം ഫീൽ ചെയ്യുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജി ആണെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി അതായത് ആത്മീയമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉണ്ടാവാൻ ശ്രമിക്കുക. നമ്മൾ ഇപ്പോൾ വരുന്ന സമയം ഇപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് കർക്കിടക മാസമാണ്. കർക്കിടക മാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോ മായ ഡയറക്ട്ലി ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. അത് എങ്ങനെ അതായത് അതിൽ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും പിന്നെ അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ രാമായണം വായന അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ഹിന്ദുസ് ആയിട്ടുള്ളവരാണ് അതിൽ താല്പര്യമുള്ളവർ ചെയ്യുക. അല്ലാത്തവരെ സംബന്ധിച്ചും ആത്മീയത എന്ന് ഈ ഒരു സമയത്ത് പറഞ്ഞ് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്തു തോന്നാണ്. അപ്പൊ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ സേക്രൽ ചക്ര ബാലൻസ്, റൂട്ട് ചക്ര തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. റൂട്ട് ചക്ര, സേക്രൽ ചക്ര ബാലൻസ് ചെയ്യുക, മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ 6 of Cups എനർജിയാണ്. ഇവിടെ നിങ്ങൾ നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പലരായിട്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കളും കുട്ടികളും അച്ഛനമ്മമാരും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ സ്ഥാപിച്ചെടുക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. ഇവിടെ വേറൊരു പ്രത്യേകമായിട്ടുള്ളൊരു മെസ്സേജ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചില യൂട്യൂബ് ചാനൽസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓൺലൈനിൽ കണ്ടിട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരുപക്ഷെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കുകയോ പറയാതെ ചെയ്യാതെ നിങ്ങളായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. അത് ഓരോ ചാനലുകൾ യൂട്യൂബിൽ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അതിൽ ചെയ്യുമ്പോൾ അവിടെ
എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാത്ത കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് കണ്ണടച്ച് ഇന്ന കാര്യം എന്ന് കണ്ണടച്ച് ചെയ്യേണ്ടുന്നതല്ല. അതിന് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടാവാം, അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. സൈഡ് എഫക്ട്സ് എല്ലാത്തിനും ഉണ്ട്. പക്ഷെ ചെയ്യേണ്ടുന്ന രീതിയിൽ ചെയ്താൽ അതിന്റെ നെഗറ്റീവ് ഫലങ്ങൾ ഇല്ലാതാക്കുന്ന സിറ്റുവേഷൻസ് ആവാം. പക്ഷെ ഇത് നിങ്ങൾ ചോദിച്ചിട്ടും അറിഞ്ഞിട്ടും ചെയ്യുക. സീരിയസ് ആയിട്ടുള്ള ഹ്യൂജ് റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ കണ്ണടച്ച് ചെയ്യാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഭവിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ സീരിയസ് ആയിട്ട് യൂട്യൂബോ ഗൂഗിളോ നോക്കി നിങ്ങൾ എന്തോ ചെയ്യുന്നത് കാണിക്കുന്നത് സീരിയസ് ആയിട്ട് ഉള്ളൊരു വളരെ നെഗറ്റീവ് ഇമ്പാക്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അറിവുള്ളവരോട് അത് ചോദിച്ചിട്ട് ചെയ്യാം. അറിവെന്ന് പറയുമ്പോൾ പരിചയക്കാരല്ല, ആ ഫീൽഡിൽ ഇപ്പോൾ നിങ്ങൾ വാഹനം വാങ്ങിക്കുന്നത് സംബന്ധിച്ചായിരിക്കാം, ചിലപ്പോൾ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും, മറ്റെന്തെങ്കിലും ആയിരിക്കാം. ആ ഫീൽഡിൽ അതിനെക്കുറിച്ച് നൈപുണ്യമുള്ളവർ ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. ഒരു വളരെ വലിയ വാർണിംഗ് ആണ് നിങ്ങൾക്കിത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. സോ ലെറ്റ്സ് സീ പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ആണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മെസ്സേജസ് ഇതിലുണ്ടാകാം. പൈൽ നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, Ace of Swords, Page of Swords, 6 of Cups, 9 of Cups, 2 of Wands, Queen of Pentacles. ആദ്യം തന്നെ Ace of Swords എനർജിയാണ്. Ace of Swords നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനുള്ളത് ഒത്തിരി അക്കാഡമിക്സ്, അതായത് വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും തരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. റിസർച്ച് ഫീൽഡിലുള്ളവർ, റിസർച്ച് ചെയ്യുന്നവര്, കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള ചില ടെൻഷൻസ് വന്നേക്കാം. റിസർച്ച് മെയിൻലി ചെയ്യുന്നവർക്ക് ഫണ്ടിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്നത് ഇപ്പോൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി, സംബന്ധമായിട്ടുള്ള ജോലി, ലാബിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ ഏത് തരത്തിലുള്ള ലാബ്, മെഡിക്കൽ ലാബിലുള്ളവരാണെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രി റിലേറ്റഡ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ബയോടെക്നോളജി, അതേപോലുള്ള കാര്യങ്ങൾ, ഇനി ഏത് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് അതിന് ലാബിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, ഇൻസ്ട്രുമെന്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മെക്കാനിക്കൽ, അതുപോലുള്ള ഏത് ഫീൽഡിലാണെങ്കിലും ഒത്തിരി ടെൻഷൻസ് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വേണ്ട കാര്യത്തിലേക്കല്ല നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത്. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ ആദ്യമേ തന്നെ അങ്ങ് ധരിക്കും. അത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ സിമ്പിളായിട്ട് അതവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ അതിനെ തട്ടിക്കളയും. ഇതൊന്നും ഇങ്ങനെ ആവില്ല, കാരണം ഒരിക്കലും ഇത് സിമ്പിൾ ആവില്ല, കാരണം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ മനസ്സിൽ ധരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എളുപ്പത്തിൽ അപ്പം തന്നെ ചെയ്തു നോക്കാവുന്ന ഒരു കാര്യം വിട്ടിട്ട് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സീരിയസ് ആയിട്ട് ചിന്തിച്ച് സമയം ചെലവഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറയാനുള്ള ഒരു കാര്യം, ചിലപ്പോൾ തീരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ മുന്നിൽ കാണുമ്പോൾ അതെന്തായാലും അങ്ങനെയല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാതെ വളരെ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഒന്നുമില്ലാതെ നിങ്ങൾ കാര്യത്തിലേക്ക് വരിക. സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അതിലവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരിയ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു കാര്യം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സര പരീക്ഷകളും കാര്യങ്ങളൊക്കെ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം വലിയ പ്രോബ്ലംസ് ഒക്കെ ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒത്തിരി വലിയ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു എനർജി മറ്റ് ചിലരെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല, മറിച്ച് കൊച്ചു കാര്യങ്ങൾ ഊതിവീർപ്പിച്ച് വലുതാക്കി മനസ്സിലിട്ട് കുറെ ആലോചിച്ച് പിന്നെ അത് തലയിൽ കയറ്റി വെച്ച് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാം.
ചില ആളുകളിൽ സംശയ രോഗങ്ങളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിൽ അനാവശ്യ സംശയങ്ങൾ കൂടുതലെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ സംശയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഈ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരാതെ, അതായത് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായെങ്കിൽ തുറന്ന് സംസാരിച്ച് തീർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അനാവശ്യമായിട്ടുള്ള ചിന്തകളിലോ ടെൻഷൻസിലോ പ്രയാസങ്ങളിലേക്കൊക്കെ അത് കൊണ്ടുപോയാൽ നിങ്ങളെ പിന്നീട് അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇത് ഇവിടെ പറയുന്നത്. ഓക്കെ, പേജ് ഓഫ് സോട്ട്സ് എനർജിയാണ് ഇവിടെ. പേജ് ഓഫ് സോട്ട്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ, അപ്പൊ എല്ലാവരുടെയും ലൈഫിൽ ഒരുപോലെ ആയിരിക്കണം എന്നില്ല, നമ്മൾ പലരുടെയും ലൈഫിൽ പഠിപ്പിച്ചു വിട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പലരുടെയും ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും പഠിച്ചു വരുമ്പോൾ നമ്മളുടെ അതായത് നമ്മളെ വളർത്തിയ രീതിയും കാര്യങ്ങളും ചോദ്യം ചെയ്യാറുണ്ട്. അതായത് ചിന്തിക്കുന്ന ആളുകൾ ചോദ്യം ചെയ്യാറുണ്ട് പലരും. പക്ഷെ ചില ആളുകൾ എങ്ങനെയാണോ വളർത്തിക്കൊണ്ടുവന്നത്, ചിലപ്പോൾ ചില ആളുകൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. ശാരീരികമായിട്ടൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തല്ലുക എന്നൊക്കെ ഉള്ളത് നോർമൽ ആയിരുന്ന ഒരു കാലം, ഇപ്പോഴും അത് നോർമലാണ് പലയിടങ്ങളിലും. എന്നാലും വളരെ നോർമലായിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു ചെറിയ ചെറിയ തെറ്റുകൾക്കൊക്കെ ഉപദ്രവിക്കുന്ന ഒരു ഫാമിലിയിൽ വളർത്തിക്കൊണ്ടുവന്നതായിരിക്കും. ചില ആളുകൾ ഇവിടെ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ദൈവഭക്തി എന്നുള്ളതിന്റെ പേരിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇതിങ്ങനെ തന്നെ ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ സന്ധ്യയാവുമ്പോൾ കൃത്യമായിട്ട് പ്രാർത്ഥന മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് പ്രാർത്ഥന ചെയ്യണം, അല്ലെങ്കിൽ ചില ആളുകൾ മറ്റ് മതക്ഷേത്രങ്ങളിൽ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മതപരമായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയിൽ ഉള്ളവരായിരിക്കാം. അപ്പോൾ നമ്മൾ ഒന്നിനെയും നമ്മൾ ചോദ്യം ചെയ്യില്ല, അതായത് ചോദ്യം ചെയ്താൽ ഭീകരമായിട്ടുള്ള പണിഷ്മെന്റ് ലഭിക്കും എന്നുള്ളൊരു ചിന്ത, അതുപോലെ തന്നെ ഭയപ്പെടുത്തി വെച്ചിട്ട് ഭയപ്പാട് ഉള്ളിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കാണാതെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഒന്ന് പുറത്തേക്ക് വരാണ്. അതായത് ആ ഒരു ചുറ്റും നിങ്ങളെ പഠിപ്പിച്ച എല്ലാ ചട്ടക്കൂടിന്റെ സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ചില പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ ചുരിദാർ അല്ലെങ്കിൽ സാരിയൊക്കെ ധരിച്ചു പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ടാൽ ഒരാൾ നല്ല കുട്ടിയായിരിക്കും എന്നുള്ളത്. അതേസമയം കുറച്ച് അതായത് നല്ല സ്റ്റൈലായിട്ട് കുറച്ചും കൂടി ഇതൊന്നും അല്ലാത്ത രീതിയിൽ ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് നടക്കുമ്പോൾ ആ ഒരു നെഗറ്റീവ് രീതിയിൽ ചിന്തിക്കുന്ന പല ആളുകളുണ്ട്. എല്ലാവരെയും അല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് രണ്ട് തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്ന ഈ വ്യക്തികൾ കാണുമ്പോൾ കൂടുതൽ പേരും പോസിറ്റീവ് ഇത് കൊടുക്കുന്നത് എപ്പോഴും ആ ഒരു സാരിയോ ചുരിദാറോ ഇട്ട വ്യക്തിയായിരിക്കും. പക്ഷേ ഈ പറയുന്ന വ്യക്തി ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലത്തെ സിറ്റുവേഷൻസ് നെഗറ്റീവ് എനർജീസ് ഉണ്ടാവാം. അപ്പൊ അതൊരു ഉദാഹരണമായിട്ട് അടുത്തിടയ്ക്ക് വന്ന റീഡിങ്സ് വന്ന രണ്ടാളുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ ബാഹ്യമായിട്ട് ഡ്രസ്സ് നല്ല സ്റ്റൈലിൽ ഒക്കെ ധരിക്കുന്ന ആ ഒരു വ്യക്തി ലൈഫിൽ വളരെ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള. മറ്റു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ ലൈഫിൽ ഉള്ള അവർ ചെയ്തിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, അതായത് അവർക്കുള്ള മറ്റു ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള. അപ്പോ ഈ പറയുന്ന രണ്ട് തരത്തിലും ബാഹ്യമായിട്ട് നമ്മൾ ബാഹ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ എങ്ങനെയാ ചിന്തിക്കുക, ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത് പലരും, എല്ലാവരും അല്ല. അപ്പോൾ ആദ്യമേ ആ ഒരു ചിന്തയിലേക്കാണ്. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരികയാണ്, നിങ്ങൾ ഫ്രീ ആവുകയാണ്, നിങ്ങൾ പുറത്തേക്ക് പോവുകയാണ്, നിങ്ങൾ വിദേശത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുകയാണ്. കാരണം നിങ്ങൾ പല അനുഭവങ്ങളും ലൈഫിലുണ്ടാവും, നിങ്ങൾ പല പല ആളുകളെ കാണുന്നു. ഇപ്പൊ അടുത്തിടയ്ക്ക് പഠിച്ചിറങ്ങിയിട്ടുള്ളവരാണ്, പുതിയ ജോലിയിലേക്ക് കയറിയവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ പല തരത്തിലുള്ള ആളുകളെ കാണുന്നു. ഇപ്പൊ വേഷഭൂഷാദികള്, മതം, അല്ലെങ്കിൽ ജാതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് നാട്ടിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ അന്തരീക്ഷം, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നവരാണോ, ശാരീരികമായിട്ട് മാനസികമായിട്ട് പ്രശ്നങ്ങൾ, ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരുടെയും ചിന്താഗതിയിൽ വ്യത്യാസമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി ഫിലോസഫിക്കൽ ആവുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടി ലോകം കാണുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടി മാറാണ്. നിങ്ങളുടെ ചില ആളുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് പാർലറിൽ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ വസ്ത്രധാരണത്തിൽ മാറ്റം വരുന്നുണ്ട്, ചുരിദാർ മാത്രം ധരിച്ചിരുന്ന വ്യക്തി ജീൻസിലേക്ക് മാറുന്നുണ്ട്, ഷോർട്സിലേക്ക് മാറുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്.
അതായത് നിങ്ങൾ മറ്റുള്ളവർ നോർമലി ഇങ്ങനെയൊക്കെയാണ് എന്ന് ചിന്തിക്കുന്ന ചിന്തയിൽ നിന്ന് മാറി ഒരാളെ ജഡ്ജ് ചെയ്യാതെ നിങ്ങൾ ആളുകളെ നോക്കി കാണാനായിട്ട് പഠിക്കുന്നു. നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ കൂടുന്നുണ്ട്. ഈ വരുന്ന ഒരു 1 ഇയറിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ലൈഫിൽ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 6 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് 6 ഓഫ് കപ്പ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ വളരെ അടുത്തൊരു സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിവാഹാലോചന നടത്തുന്നവരാണെങ്കിൽ അടുത്തിടയ്ക്ക് ഒരു വിവാഹാലോചന നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ ബാല്യകാല സുഹൃത്തായിരിക്കാം. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ സ്കൂളിൽ കൂടെ പഠിച്ച അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു വിവാഹാലോചന വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം, സുഹൃത്തുക്കളായിട്ടില്ല ഇപ്പോഴും സുഹൃത്തുക്കളായിട്ട് ഇരിക്കുന്ന വ്യക്തികൾ തമ്മിൽ ആ ഒരു സുഹൃത്ത് ബന്ധത്തിന് അപ്പുറത്തേക്ക് ഒരു പ്രണയം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രണയത്തിലേക്ക് വരികയും അത് വിവാഹത്തിലേക്ക് കലാശിക്കാനുള്ള ഒരു സാഹചര്യം ഭാവിയിലേക്ക് കാണുന്നു. ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഭാവിയിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് പഴയ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പണ്ട് സുഹൃത്തുക്കളായിരുന്നതും പിന്നീട് പ്രേമത്തിലായിരുന്ന സിറ്റുവേഷനും ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നൊസ്റ്റാൾജിയ, പലതരത്തിലുള്ള നൊസ്റ്റാൾജിയ ഇവിടെ ഫീൽ ചെയ്യിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയാനുള്ളത്. 9 ഓഫ് കപ്സ് എനർജിയാണ്. ഡ്രീം കം ട്രൂ ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആഗ്രഹിച്ച കാര്യം സാധ്യമാകുന്നുണ്ട്. വീട് വെക്കണം എന്ന് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. വീട് വെക്കാനുള്ള സാഹചര്യം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വിൽക്കാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാവും. സ്ഥലം ഒന്നും വിറ്റ് പോയിട്ടുണ്ടാവില്ല. നിങ്ങളിപ്പോ വർഷങ്ങൾ അല്ലെങ്കിൽ 2 വർഷമൊക്കെ ആയിട്ടുണ്ട് ചിലപ്പോൾ സ്ഥലം വിൽക്കാനിട്ടിട്ടൊന്നും നടന്നിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു സ്ഥലം വിറ്റ് പോകുന്നതായിട്ടുള്ള ഒരു സൂചന ഇവിടെ തരുന്നുണ്ട്. പെട്ടെന്ന് തന്നെയായിരിക്കും നിങ്ങൾ സ്ഥലം വിറ്റ് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് സ്ഥലം വിൽക്കണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അത് വിറ്റ് പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ഥലം വിറ്റുപോകുന്നത് മാത്രമല്ല, നിങ്ങൾ ചിലപ്പോൾ വീട് പുതിയതായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ തന്നെ ഒരു വീട് വാങ്ങിക്കാനോ അതോ വയ്ക്കാനോ ഉള്ളൊരു അവസരമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നല്ല വില കിട്ടുന്നിടത്ത് സ്ഥലം വിറ്റിട്ട് കുറച്ചുകൂടി വില കുറവുള്ള സ്ഥലത്ത് ഗ്രാമത്തിലേക്ക് ചേക്കേറി പാർക്കുന്ന ഒരു സാഹചര്യമാവാം ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ വിദേശത്ത് വസിക്കുന്ന ഒരാള് നിങ്ങൾ ചിലപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ മറ്റേതെങ്കിലും രാജ്യത്തുനിന്ന് നിങ്ങൾ റിട്ടയർമെന്റോടനുബന്ധിച്ച് നാട്ടിൽ വന്നിട്ട് അവിടെ ഒരു പുതിയ വീടൊക്കെ വെച്ചിട്ട് സ്ഥലം ഒക്കെ വാങ്ങിച്ച് വീട് വെച്ച് അവിടെ താമസമാകുന്ന ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് നിങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന വിദേശത്ത് സെറ്റിൽ ആയിട്ടുള്ള മലയാളികൾ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരവും സാഹചര്യവും ഒത്തുവരുന്നുണ്ട്. അതേപോലെ ചില ആളുകൾ നിങ്ങൾ ഇതുവരെ വിദേശത്തേക്ക് പോകണം എന്ന് ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ആ ഒരു പ്രായം അല്ലെങ്കിൽ ഇപ്പോൾ 10-40 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം വിദേശത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യവും വിദേശവും നാട്ടിലെയുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ട് നല്ല പോസിറ്റീവ് എനർജീസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഇവിടെ വിഷ് കാർഡാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവര് വീട് വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലോണൊന്നും ലഭിക്കാത്തവരാണെങ്കിൽ ഒരുപക്ഷെ ലോൺ ലഭിക്കുന്ന സാഹചര്യവും കൂടി ആവാം ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ 2 ഓഫ് വൺസ് എനർജിയാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യം ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വെയിറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ലെറ്റർ വരാനോ എന്തെങ്കിലും നിങ്ങളുടെ അഡ്മിഷൻ കാർഡോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അതുപോലുള്ള കാര്യങ്ങൾ എന്തിന്റെങ്കിലും ഒരു ഇൻവിറ്റേഷൻ ഫണ്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വിദേശത്തു നിന്ന് ഫണ്ടിങ് വരാനുണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഫണ്ടിങ് കിട്ടാനുണ്ടാവും. ഇതിനൊക്കെ വെയിറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഫണ്ടിങ് ലഭിക്കാൻ ചാൻസസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ വരുന്ന 2 മന്ത്സിനുള്ളിൽ 2-3 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫണ്ടിങ് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഈ അടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ചില ആളുകൾ വീടൊക്കെ മോടി പിടിപ്പിക്കുന്നുണ്ട്. വീട് മോടി പിടിപ്പിക്കുക, പെയിന്റ്, അതേപോലെ ഫർണിച്ചർ വാങ്ങിക്കുക, വീടിന്റെ മുറ്റം ഒന്ന് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നതിനുള്ളൊരു സാഹചര്യം കൂടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, വിവാഹബന്ധം വേർപെടുത്തിയിട്ടുള്ള ആളുകൾ, സിംഗിൾ പാരന്റ്സിനെ സംബന്ധിച്ചാണിത്. വിവാഹബന്ധം വേർപെടുത്തിയിട്ടുള്ളവരാകാം, ഇപ്പോൾ ഭാര്യ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ളവരാവാം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു വിവാഹം കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാം, എങ്കിലും നിങ്ങൾ രണ്ടാമതൊരു വിവാഹത്തിലേക്ക്, ഒരു സെക്കൻഡ് മാരേജിലേക്കുള്ള ഒരു തോട്ട്
ചുരുക്കം ചില ആളുകൾ ഒരു തേർഡ് മാരേജ് ആയിരിക്കാം. കാരണം നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും മാരേജ് വളരെ ഫെയിലിയർ ആയിരുന്നിട്ട് മൂന്നാമതൊരു വിവാഹത്തിലേക്ക് പോകുന്നതും ആവാം സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ മാരേജ് സിറ്റുവേഷനിൽ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല എങ്കിൽ ഇനി അതിനുള്ള ഒരു അവസരമുണ്ട്. നെക്സ്റ്റ് ഒരു ചാൻസ് കൂടിയാണ് ഒരു സെക്കൻഡ് മാരേജിലേക്ക് നിങ്ങൾ പോകുന്നതിന്റെ ഒരു ചാൻസ് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിവാഹ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സിംഗിൾ പാരന്റ്സ് ആയിട്ടുള്ളവര് നിങ്ങൾ വിവാഹിതരാകുന്നു, നിങ്ങളുടെ സ്റ്റാറ്റസ് അതായത് മെറിറ്റൽ സ്റ്റാറ്റസ് മാറുന്നുണ്ട്, നിങ്ങൾ വിവാഹിതരാകുന്നു, മാരീഡ് സിംഗിൾ നിന്ന് മാരീഡിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ. അല്ലെങ്കിൽ ഡിവോഴ്സി അല്ലെങ്കിൽ വിഡോവർ എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ മാരീഡ് എന്നുള്ളൊരു സ്റ്റാറ്റസിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഈ അടുത്ത സമയത്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമ്മൾ നമ്പർ 3യിലേക്ക് കിടക്കാം. നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് ആണിത്. പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. Queen of Cups, Strength card, Death card, okay, 6 of Cups, 7 of Cups, okay, 9 of Cups. നിങ്ങൾക്ക് ഹാഫ് പാർട്ട് ശരിക്കും കപ്സ് എനർജിയാണ്. അപ്പോൾ ജീവിതത്തെ ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് ഡെത്ത് ആൻഡ് സ്ട്രെങ്ത് കാർഡ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജി, സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളിപ്പോൾ കേൾക്കുന്ന നിങ്ങളോട് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ള മെസ്സേജ് എന്ന് വെച്ചാൽ, ഇമോഷണലി നിങ്ങൾ വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഈ സമയത്ത് ആളുകൾ നിങ്ങളെ മുതലെടുക്കാനോ നിങ്ങളെ താഴ്ത്തിക്കെട്ടാനോ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാനോ, അതായത് ഓൾറെഡി തകർന്നിരിക്കുന്ന ഒരാളെ ഡിപ്രഷന്റെ കുഴിയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു സാഹചര്യം വരെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നവരോ അല്ലെങ്കിൽ സഹതാപം കൊണ്ട് നിങ്ങളുടെ അടുത്ത് എത്തുന്നവരെയോ ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക. നല്ല നല്ല കാര്യം, അതായത് നിങ്ങളെ ഇമോഷണലി താഴ്ത്തുന്ന എന്ത് കാര്യമാണോ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഒഴിവാക്കുക. നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന, അതായത് പ്ലസന്റ് മാത്രം എന്നുള്ളതല്ല, ചെറിയ ചെറിയ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് സംസാരിക്കും, അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യിക്കുന്ന കാര്യമാണെങ്കിൽ ആ കാര്യം ഒഴിവാക്കുന്ന ഒരു തരത്തിൽ സൗഹൃദങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങളെ പ്രൊമോട്ട് ചെയ്ത് കൂടെ കൂട്ടുക. അല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അയ്യോ അത് കഷ്ടമായി പോയി എന്ന് വന്ന് അടുത്തിരുന്നിട്ട് അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് നിങ്ങളെ ഒരുമാതിരി ഇറിറ്റേറ്റ് ആക്കുന്നവരോട് ധൈര്യമായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാനായിട്ടുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിക്കുക. നിങ്ങൾ സെൻസിറ്റീവ് ആണ് തീർച്ചയായിട്ടും, പക്ഷെ അതിനർത്ഥം നിങ്ങൾ എല്ലാത്തിനും വഴിവെച്ച് കൊടുക്കണം എന്നുള്ളതല്ല. നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പം ഈ ഒരു എനർജി, അതായത് ക്യൂൻ ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവാണ്, നമ്മളുടെ ഉള്ളിലുള്ള ഒരു പോസിറ്റിവിറ്റി നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് നമ്മളത് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരു കാര്യത്തിലാണോ നമ്മളുടെ ലൈഫിൽ നമ്മൾ പുറകോട്ടേക്ക് നിൽക്കുന്നത് അവിടെ നമ്മളെ വീണ്ടും പുറകോട്ടേക്ക് തള്ളി നീക്കാനായിട്ട് ആളുകൾ ശ്രമിക്കാറുണ്ട്. ചില ആളുകളുടെ ഒരു രീതിയാണ്, നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ തങ്ങി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തിലെങ്കിലും നമ്മൾ പുറകോട്ടേക്കാണെന്ന് തോന്നിയാൽ ഉടനെ അവിടെ നെഗറ്റിവിറ്റി അവിടേക്ക് കൊണ്ടുവരും. പക്ഷെ അത് അങ്ങനെയുള്ളവരെ ഒഴിവാക്കുക. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നത് ഇത് വേണ്ട, ഇത് ശരിയല്ല, ഇവരുമായിട്ട് മുന്നോട്ടേക്ക് പോകരുത് അല്ലെങ്കിൽ ഇത് എടുക്കരുത്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും റിസ്ക് എടുത്തിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ വളരെ സ്കോപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്നേഴ്സ്, നിങ്ങളുടെ ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് പോകാം. പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട് നോ എന്ന് പറയുന്നുണ്ടെങ്കിൽ
ഈ 100% എല്ലാം ഓക്കെ ആണെന്ന് ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് മാത്രം പറയുന്നില്ലെങ്കിൽ ആ ഒരാളെ മാത്രം, അതായത് നിങ്ങളുടെ മനസ്സിനെ മാത്രം വിശ്വസിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ ഇമോഷണലായിട്ട് കുറെ ക്യൂസ് നിങ്ങൾക്ക് തരുന്നുണ്ട്, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യാനുള്ള സമയമല്ല, നിങ്ങളുടെ ഇമോഷൻസിനെ റിഫ്യൂസ് ചെയ്യാനുള്ള സമയമല്ല. നിങ്ങളുടെ ഉള്ളിൽ ഇമോഷൻസ്, നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് വളരെ ഹൈലി ഇമോഷണലി ഇന്റലിജന്റ് ആണ്, സെൻസിറ്റീവ് ആണ് എന്നുള്ളത് വിചാരിച്ചിട്ട് അതിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് പോകാതിരിക്കും. നമ്മൾ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഇതിൽ, അപ്പൊ നമ്മൾ പറയും പോസിറ്റീവാണ് ആ വ്യക്തി, വളരെ പോസിറ്റീവാണെന്ന് പറയും. അതിനും പോസിറ്റിവിറ്റിക്കും നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ നമ്മൾ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയും. അതായത് വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത ആളെ പൊക്കി പൊക്കി ആകാശത്തിൽ കൊണ്ടിരുത്തും, പക്ഷെ ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ ഇതിലേക്ക് നമ്മൾ ചാടി പുറപ്പെട്ടാൽ പുറകോട്ടേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് പോകാതെ അതിന്റെ പോസിറ്റിവിറ്റി, അതായത് കമ്പാഷൻ, എല്ലാത്തിനോടും ഒരു ദയയും ദാക്ഷിണ്യവും ക്ഷമയും കാരുണ്യവും ഒക്കെ ഉണ്ടാവുന്ന ഒരു വ്യക്തി. അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ, അല്ലെങ്കിൽ ഇമോഷണലി സ്ട്രോങ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല എന്നുള്ളതല്ല. ആ വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമ്മൾ പറയും ചില ആളുകൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും പല ആളുകൾക്കും പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റികൾ ഉണ്ടാവും. ചില ആളുകൾക്ക് ചില കാര്യത്തെ കുറിച്ചിട്ടായിരിക്കും. ഇപ്പോൾ കുറച്ചെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല ഇൻസെക്യൂരിറ്റീസ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് അവരായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾ വൾണറബിൾ ആവാൻ പറ്റുന്ന, നമ്മൾ പറയും, നമ്മൾ ചെല്ലുന്ന നമ്മൾക്ക് കരയാനും സംസാരിക്കാനും സങ്കടങ്ങൾ ഇറക്കി വെക്കാനും പറ്റുന്ന ചില ആളുകളുണ്ട്. അവരുടെ അടുത്ത് മാത്രം പറയാം. എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളുടെ സെൻസിറ്റീവ് സൈഡ് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു എനർജിയാണ്, സ്ട്രെങ്ത് കാർഡാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു ലിയോ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത്, അതായത് ഒരു സിംഹത്തെ മെരിക്കാനുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ സിംഹത്തെ വരെ മെരിക്കാനുള്ള നിങ്ങളുടെ കഴിവിന്റെ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ബ്രേവ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന, ബോൾഡ് ആയിട്ടിരിക്കുന്ന എന്നുള്ളതല്ല. ധൈര്യവും മറ്റുള്ള കാര്യങ്ങളും അല്ല ഇങ്ങനെയുള്ള കാര്യത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് സെൻസിറ്റീവ് ആണ്. നമ്മൾ ഏതൊരു വ്യക്തിയുടെയും സെൻസിറ്റീവ് പാർട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ഒരു ക്ഷമയും കാരുണ്യവുമാണ് ആദ്യം നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യം. നമുക്ക് ധൈര്യം, തീർച്ചയായിട്ടും ധൈര്യം, പക്ഷെ സെൻസിറ്റീവ് ആയതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ധൈര്യം ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. മറ്റുള്ളവരെ നിങ്ങൾ വളരെ പാവമായിരിക്കും, പെട്ടെന്ന് സങ്കടങ്ങൾ വരുന്നുണ്ടാവും, പെട്ടെന്ന് കരയുന്നുണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പാവമാണ്, അല്ലെങ്കിൽ അതായത് സെൻസിറ്റീവ് ആണ്, നിങ്ങൾക്ക് ധൈര്യം ഇല്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് സങ്കടം വരുന്ന ആളുകളൊക്കെ പേടിത്തൊണ്ടന്മാരോ പേടിത്തൊണ്ടികളാണോ, അല്ലെങ്കിൽ ധൈര്യമില്ലാത്തവരാണോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സമൂഹം എത്തിയിട്ടുണ്ടാവും. പക്ഷെ അതങ്ങനെയല്ല. സങ്കടം വരുന്നത് മനസ്സിൽ കാരുണ്യവും ക്ഷമയും ഒക്കെ കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അതിനർത്ഥം ധൈര്യം വേണ്ടെടുത്ത് ധൈര്യം കാണിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. ധൈര്യം വേണ്ടെടുത്ത് സിംഹത്തെ പോലും മെരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതിനുശേഷം മറ്റുള്ളവരിലേക്കും ആ കാര്യം നിങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ തോറ്റുപോയിട്ടുണ്ട് എവിടെയെങ്കിലും എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ രണ്ടാമത് തുടങ്ങുകയാണ്. നിങ്ങൾ തോറ്റുപോയി, നിങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു, സങ്കടപ്പെട്ടു, ഒക്കെ കഴിഞ്ഞു, അതവിടെ തീർന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാണ്. ധൈര്യമായിട്ട് ആ ഉള്ളിലുള്ള ധൈര്യത്തിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്ക് ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമം ഫലം കാണുകയാണ്. നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. ലാസ്റ്റ് എൻഡ് കാർഡ് 9 of Cups എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ജോലിയാണെങ്കിൽ ജോലി, നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ നഷ്ടപ്പെട്ടു, വിവാഹമോചനം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളെ കുറ്റാരോപണം നടത്തുന്ന വ്യക്തികളുണ്ടാവാം, ബന്ധുക്കള്, അങ്ങനെയുള്ള ആളുകൾ, ഇൻലോസിന്റെ ഭാഗത്തുനിന്ന്. പക്ഷെ നിങ്ങൾ ഇതുവരെ തിരിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടില്ല എങ്കിൽ, നിങ്ങൾ ആ ഒരു ക്ഷമയുടെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന സമയം നിങ്ങൾ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനും ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അഗെയിൻ ഡെത്ത് കാർഡാണ്. പല ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്ന എൻഡ് ഓഫ് സംതിങ്. അതായത് നിങ്ങൾ എന്ന് പറയുന്ന, നിങ്ങൾ പല ആളുകളുടെയും അടുത്ത് നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ ഒരു മുഖം, നിങ്ങളുടെ മുഖം ദയയും കാരുണ്യവും ക്ഷമയും, നിങ്ങളുടെ സങ്കടങ്ങൾ, കരച്ചിലുകളും നിങ്ങളുടെ കണ്ണീരുകളും ഒക്കെ ആയിരിക്കും അവർ ഇതുവരെ കണ്ടിട്ടുണ്ടാവുക.
ഇത്രയും നാൾ അവരിത് കാണുമ്പോൾ ഇത് മാത്രമാണ് നിങ്ങൾ എന്നവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് നിങ്ങളുടെ ഒരു പുനർജന്മം എന്നുള്ള രീതിയിലാവാം. നിങ്ങളുടെ പുതിയൊരു ജന്മം അവർ കാണുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഇവിടെ നിങ്ങളുടെ പല ആളുകളിലും തുറന്ന് സംസാരിക്കാൻ മടിയുള്ള ആളുകളുണ്ട്. പോസിറ്റീവായിട്ട് സംസാരിക്കാൻ മുന്നോട്ടേക്ക് വരാൻ മടിയുള്ളവരുണ്ട്. കാരണം പോസിറ്റീവായിട്ടെന്ന് ഇവിടെ പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ കുറ്റം ചാർത്തുമ്പോൾ നിങ്ങളുടെ പോസിറ്റിവിറ്റി എടുത്ത് പറയാൻ നിങ്ങൾ നിൽക്കാറില്ല. അവർ എപ്പോഴെങ്കിലും മനസ്സിലാവും സംസാരിക്കേണ്ട ഇങ്ങനെയൊക്കെ പറയുന്ന രീതികളുണ്ട്. കുറെ നാളുകളായിട്ട് നിങ്ങളിത് ശ്രമിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഒരവസരമാണ് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങൾക്കിപ്പോൾ. നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഫ്രഷ്നപ്പ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിലേക്ക് കടക്കുന്ന സമയമാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ പറയും കർക്കിടക സംക്രാന്തി തലേ ദിവസം എല്ലാ നെഗറ്റീവ് എനർജീസും അടിച്ചു വാരിക്കൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ പൊട്ടിപ്പോയി ശ്രീ ഭഗവതി വന്നു, അല്ലെങ്കിൽ പൊട്ടിപ്പോയി ശ്രീ ഭഗവതി അകത്ത്, പൊട്ടിപ്പുറത്ത് ശ്രീ ഭഗവതി അകത്ത് എന്ന് നമ്മൾ പറയും. ആ പറയുന്നതിൽ നമ്മൾ നെഗറ്റീവ് എനർജീസ് പോയിട്ട് പോസിറ്റീവ് എനർജി വരുന്നു എന്നുള്ളൊരു രീതി പണ്ട് കാലങ്ങളിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോഴും പലയിടത്തും ചെയ്യാറുള്ളത്. അത് പറയുന്നതിലൂടെ നമ്മൾ ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യം, ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ആ സമയമായിട്ടുണ്ട് എങ്കിൽ കൂടിയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സമയമാണ് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത്. കാരണം നിങ്ങളായിട്ട് ഫിസിക്കലി ഒന്നും കളയരുത്. നിങ്ങൾ മാനസികമായിട്ട് ഇത് കേൾക്കുന്ന ദിവസം നിങ്ങൾ അവിടെ നിന്നിട്ട് അത് എന്നായാലും നിങ്ങളത് തീരുമാനിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ അടിച്ചമർത്തുകയാണ്. അത് ചെയ്യാതിരിക്കുക. അതിന് പകരം നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് മറ്റുള്ളവരോട് പറയുക. ചില ആളുകൾ സംസാരിക്കുമ്പോൾ അവര് ദേഷ്യപ്പെടും, വഴക്ക് പറയുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ കാരണവന്മാർക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ പറയും. പക്ഷെ ഈ പറയുന്ന കാരണവന്മാർ മറ്റുള്ളവരുടെ ഒരു കാര്യം പറയുമ്പോൾ കുട്ടിയോട് നമ്മളൊരു കാര്യം പറഞ്ഞാലും പ്രായമായിട്ടുള്ള ഒരാളോട് കാര്യം പറഞ്ഞാലും ആ കേൾക്കുന്ന ആളോട് നമ്മൾ ഏത് രീതി കാര്യം പറയുന്നു ആ രീതിയിൽ ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് സങ്കടം തോന്നുന്നുണ്ട് എങ്കിൽ ഇതുപോലെ ഒരു കാര്യം തിരിച്ച് ഈ വ്യക്തിയോട് പറഞ്ഞാലും ആ വ്യക്തിക്കും സങ്കടം തോന്നുന്നുണ്ടാവില്ലേ എന്നുള്ളത് തിരിച്ചു ചോദിക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങളോട് ഒരാളെ ഇങ്ങനെ പെരുമാറിയാൽ എന്താണ് ഫീൽ ചെയ്യുന്നത് തിരിച്ചു പറയാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ ഹൈ മാനിപ്പുലേഷൻ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം 6 of Cups എനർജിയാണ്. ഹൈ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചില ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവര് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായിട്ട് ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അയ്യോ അതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇത്രയും സെൻസിറ്റീവായിട്ട് എടുക്കരുത്, നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണല്ലോ എന്നുള്ള രീതിയിൽ അവസാനം നിങ്ങളെ പുച്ഛിക്കും കളിയാക്കുന്ന സിറ്റുവേഷനാണ്. അപ്പൊ ഇത് പറയാനുള്ളത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയായാലും ഇനി അടുത്ത തവണ നിങ്ങൾ ഉദ്ദേശിച്ചത് മാത്രം പറയാൻ ശ്രമിക്കുക, ഉദ്ദേശിക്കാത്തത് പറയാതിരിക്കുക. അത് തന്നെ ഒരു ഹിപ്പോക്രസി അല്ലേ? അതെ, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല പറയുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതാണ്, പറയുന്നത് ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള അതായത് കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടുള്ള മറുപടികൾ നിങ്ങൾ കൊടുക്കാൻ പഠിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൊസ്റ്റാൾജിയ ഇവിടെ കാണിക്കുന്നു. നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഇതൊരു വളരെ ഫണ്ണി ആയിട്ടുള്ള സമയം. കാരണം അവർ ചിന്തിക്കുമ്പോൾ വളരെ പാവമായിട്ട് നിന്നിട്ടുള്ള നിങ്ങളെയാണ് അവർ കാണുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നിങ്ങളെയും കാണുന്നു എന്നുള്ളതാണ്. ഒത്തിരി ഇമോഷൻസ്, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഇമോഷൻസ് വന്ന് നിറയുന്ന സമയമാണ്. ഇമോഷൻസ് വന്ന് നിറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഇമോഷൻസ് നിങ്ങൾ അടിച്ചമർത്തേണ്ടുന്ന ഒരു കാര്യമില്ല, അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുന്ന സമയമാണ്. ദയവായിട്ട് ഇമോഷൻസ് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഒരു പേപ്പറിൽ റിലീസ് നെഗറ്റിവിറ്റി എന്ന് എഴുതി വെച്ചിട്ട് അത് കത്തിച്ച് ദൂരെ കൊണ്ട് കളയുക, ഊതിക്കളയുക കയ്യിൽ വെച്ചിട്ട്. ഞാൻ എൻ്റെ എല്ലാ നെഗറ്റീവ് ഇമോഷൻസും റിലീസ് ചെയ്യാണ്, ഇനി മുതൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എന്തെങ്കിലും ധൂമം, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കത്തിച്ചു വെക്കാറുണ്ടല്ലോ വീട്ടിൽ, അതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സാമ്പ്രാണിയോ മറ്റുള്ളത് കത്തിച്ചിട്ട് വീട്ടിലെ എല്ലാ മുറിയിലും കൊണ്ട് കാണിക്കുക, എല്ലാ മുറിയിലും. അതിനുശേഷം എല്ലാ മുറിയിലെ നെഗറ്റീവ് എനർജീസ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. അത് ഒന്ന്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഇത് പറയാം 7 of Cups എനർജിയാണ്.
എല്ലാത്തിന്റെ ഒരു പര്യവസാനമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒത്തിരി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള എനർജി ആണെങ്കിലും ഇത് നിങ്ങളുടെ വർക്ക് സ്പേസിലും ബാധകമാണ്. ഇപ്പോൾ വർക്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് കാണിക്കുന്നില്ല, നെഗറ്റീവ് സിറ്റുവേഷൻസ് എല്ലാം പോസിറ്റീവാണ്. വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ശമ്പളമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഈവൻ നിങ്ങൾക്ക് പ്രൊമോഷൻസ് വരെ ലഭിക്കുന്നുണ്ട്, ശമ്പള വർധനവ് ലഭിക്കുന്നുണ്ട്, പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാലും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ ടോക്സിക് ആയിരിക്കും, നിങ്ങളെ ചിലപ്പോൾ കളിയാക്കുന്നുണ്ടാവും. ഞാൻ അതൊന്നും അല്ലാട്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ പറയില്ലേ, മാമനോടൊന്നും തോന്നല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ട് പറയുന്ന പോലെ അവർ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആദ്യമായിട്ട് നിങ്ങൾ തിരിച്ച് അതേപോലെ തന്നെ ഒരു മറുപടി കൊടുക്കുന്ന എനർജിയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റിവിറ്റി ആണ് കാണുന്നത്. പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതിന്റെ പോസിറ്റിവിറ്റി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ബോസ് മാറുന്നതായിട്ട് കാണിക്കും. ഇപ്പോൾ നിങ്ങളുടെ ബോസ് ഒത്തിരി ടോക്സിക് ആണ്, നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ജോലികൾ തരുന്നുണ്ട്, ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തോ പേഴ്സണലി ശത്രുതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി മാറി പുതിയൊരാള് നിങ്ങളുടെ ബോസായിട്ട് വരാനുള്ള സാധ്യത അടുത്ത 5 months കാണിക്കുന്നുണ്ട്. ആ ഒരു 5 months ഈ ഒരു മാറ്റം വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റമാണ്. കാരണം അപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് ജോലി കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം. ഇപ്പൊ നിങ്ങൾ ജോലി തന്നെ രാജിവെച്ചാലൊന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടും ഉണ്ടാവാം. അതിൽ നിന്നൊരു മാറ്റമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് വിഷ് കം ട്രൂ കാർഡാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിലും ജോലിയിൽ ഉന്നമനം കാണിക്കുന്നുണ്ട്. ഹയർ പൊസിഷനിലേക്ക്, മാനേജർ ലെവലിലേക്ക് പോകാനുള്ള ഒരു അവസരം ചില ആളുകൾക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇമോഷണലി കണക്റ്റഡ് ആവുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നത്, സ്പിരിച്വലി കണക്റ്റഡ് ആവാനുള്ള സാഹചര്യം കൂടിയിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നു. പോസിറ്റിവിറ്റി വളരെയധികം നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു സാധ്യത ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.